ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ ഗുരുതര ആരോപണവുമായി രോഗിയുടെ കുടുംബം രംഗത്ത് വന്ന സംഭവത്തിന്റെ ഗൗരവമേറുന്നു. ആശുപത്രി സൂപ്രണ്ട് കൈക്കൂലി വാങ്ങിയെന്നും തുക കുറഞ്ഞതിനാൽ രോഗിക്ക് കൃത്യമായി ചികിത്സ നൽകിയില്ലെന്നുമാണ് രോഗിയുടെ ഭാര്യ പറയുന്നത്. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ പരാതി വന്ന സംഭവത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും ആരോഗ്യ മേഖലയാകെ കുത്തഴിഞ്ഞു കിടക്കുകയാണെന്നും രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ ഗുരുതര ആരോപണവുമായി രോഗിയുടെ കുടുംബം രംഗത്തെത്തിയത് വൻ വിവാദത്തിലേക്ക്. ആശുപത്രി സൂപ്രണ്ട് കൈക്കൂലി വാങ്ങിയെന്നും തുക കുറഞ്ഞതിനാൽ കൃത്യമായ ചികിത്സ നൽകിയില്ലെന്നുമാണ് ആരോപണം. കാലിന് ചെറിയ ശസ്ത്രക്രിയ നടത്താനെത്തിയ അനിമോൻ എന്നയാളുടെ ഭാര്യയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സൂപ്രണ്ട് സുനിൽ എന്ന് പറയുന്ന ഡോക്ടർ എൻ്റെ ഭർത്താവിൻ്റെ കാല് കീറിയത് പോട്ടെ, കീറി കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം ഒരു ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു. ഓപ്പറേഷനും നടത്തി. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ 5000 രൂപ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടർ എൻ്റെ ഭർത്താവിനെ ഈ 3 ദിവസമായിട്ടും നോക്കിയിട്ടില്ല. ഞാൻ അയാളുടെ പുറകിൽ നിന്ന് നടന്ന് തൊഴുകൈയോടെ ഞാൻ ചോദിച്ചു, അയാൾ എന്നോട് കേട്ടില്ല. ഒരു മരുന്നിൻ്റെ വിവരം ഞാൻ ചോദിക്കാനായിട്ട് അയാളുടെ പുറകിൽ നടന്ന് ഞാൻ ശ്രമിച്ചിട്ടും അയാൾ അത് ചെയ്തില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ ആ ഡോക്ടറോട് വീണ്ടും ഉച്ചവരെയായിട്ട് 3 ദിവസമായിട്ട് നോക്കാത്ത രോഗിയെ നോക്കുന്ന കാര്യം പറഞ്ഞു സൗകര്യപ്പെടത്തില്ല, എനിക്ക് വന്ന് നോക്കാനെന്ന് പറഞ്ഞു. ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും പരാതിയാണ് 5000-4000 രൂപ കൊടുക്കാതെ അയാൾ നോക്കത്തില്ല എന്നുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കൈക്കൂലി നൽകിയിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീണ്ടും കൂടുതൽ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. ഈ തുക നൽകാതിരുന്നതിനാൽ ഡോക്ടർ ഭർത്താവിനെ തിരിഞ്ഞു നോക്കിയില്ല എന്നും അനിമോന്റെ ഭാര്യ ബീന ഫേസ്ബുക്കിൽ വീഡിയോ രൂപത്തിൽ പറയുന്നു. തന്റെ ഫീസ് ഇതല്ലെന്ന് പറഞ്ഞാണ് സൂപ്രണ്ട് കൂടുതൽ തുക ആവശ്യപ്പെട്ടതെന്നാണ് ബീനയുടെ ആരോപണം. സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ബീന പരാതിയും നൽകിയിട്ടുണ്ട്. അതേസമയം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ വീഡിയോയിലൂടെ സ്ത്രീ പരാതി ഉന്നയിച്ച സംഭവത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും ആരോഗ്യമേഖലയാകെ കുത്തഴിഞ്ഞു കിടക്കുകയാണെന്നും അതിന്റെ തെളിവാണ് ഹരിപ്പാട്ടും സംഭവിച്ചിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല MLA പ്രതികരിച്ചു. ആരോഗ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ DMO അന്വേഷിക്കുമെന്ന് പറഞ്ഞു. DMO അന്വേഷിച്ചിട്ട് സത്യം എന്താണെന്ന് കണ്ടെത്തട്ടെ, അത് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും റിപ്പോർട്ട് വരട്ടെ. DMO ആരോഗ്യമേഖല മുഴുവൻ കുത്തഴിഞ്ഞ് കിടക്കുകയല്ലേ, ആരോടും ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെ രീതിയിലല്ലേ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. CDNet ന്യൂസ് ഹരിപ്പാട്.